ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗം സ്ട്രീം ചേഞ്ചിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സെമസ്റ്ററിലേക്കാണ് ആർക്കാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിടുക. കാലിക്കറ്റ് സർവകലാശാലയിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ അല്ലെങ്കിൽ ഓട്ടോണോമസ് കോളേജുകളിൽ 2018 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ ബിരുദ പഠനത്തിന് ചേർന്നു. BA അഫ്സലുൽ ഉലമ, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഫിലോസഫി, BA സോഷ്യോളജി, BCom, BBA ഇത്രയും കോഴ്സുകാർക്ക് അവർ 2018 മുതൽ 2022 വരെ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ, അവരുടെ 5ാം സെമസ്റ്റർ വരെയുള്ള എക്സാം രജിസ്ട്രേഷൻസ് ചെയ്തവരാണെങ്കിൽ തുടർ പഠനം നിങ്ങൾക്ക് നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്, റെഗുലറായിട്ട് തുടർ പഠനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർ ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിക്കൊണ്ട് നിങ്ങൾക്ക് 6ാം സെമസ്റ്റർ എക്സാമുകൾ എഴുതി അല്ലെങ്കിൽ 6ാം സെമസ്റ്റർ ഡിസ്റ്റൻസായിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീം ചേഞ്ചിന് വേണ്ടി നിങ്ങൾ ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാലിക്കറ്റ് സർവകലാശാല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ കോളേജിലെ ഓട്ടോണമസ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ 2022 അഡ്മിഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് അവർക്കാണ് നിലവിൽ ഇപ്പോൾ 5ാം സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്നത്, അത്തരം വിദ്യാർത്ഥികൾ ഓഫീസിൽ നേരിട്ട് പ്രവേശനം നേടേണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫീസിൽ ഡയറക്റ്റായിട്ട് പോയിട്ടാണ് ഡിസ്റ്റൻസിലേക്ക് മാറേണ്ടത്. കൂടാതെ ഈ ഒരു രേഖകൾക്ക് പുറമേ നിങ്ങൾ കുറച്ച് രേഖകൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി സമർപ്പിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് രേഖകൾ എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഡേറ്റ്, ഫൈൻ ഇല്ലാതെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 26-ാം തീയതിയാണ്. 100 രൂപ പിഴയോടുകൂടി ഡിസംബർ 31-ഉം 500 രൂപ പിഴയോടുകൂടി ജനുവരി 6-ാം തീയതി വരെയും അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടി യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കുക. ഡിസംബർ 26-ന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മാക്സിമം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്ട്രീം ചേഞ്ച് ചെയ്യുന്നവർ 6ാം സെമസ്റ്റർ CBCSS 2019 സിലബസ് അല്ലെങ്കിൽ 2022 ബാച്ച് പ്രകാരം ആണ് എഴുതേണ്ടത്. 2019 സിലബസ് പ്രകാരമാണ് എഴുതേണ്ടത്. പുതിയ സിലബസിൽ 1 മുതൽ 5 വരെയുള്ള സെമസ്റ്ററുകളിൽ ഉള്ളതും പഴയ സിലബസിൽ ഇല്ലാതിരുന്നതുമായ പേപ്പറുകൾ, അതായത് ഡെഫിഷ്യൻസി പേപ്പറുകൾ നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾക്ക് വിധേയമായി നിങ്ങൾ എഴുതി വിജയിക്കേണ്ടതാണ്. ഡെഫിഷ്യൻസി പേപ്പറുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് സ്ട്രീം ചേഞ്ചിൻ്റെ വീഡിയോസ് പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അതുപോലെ അടുത്തതായിട്ട് ഫീസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൽ ഈ ഒരു സ്ട്രീം ചേഞ്ചിന് ഡിസ്റ്റൻസിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാമിനും ആവശ്യമായിട്ട് വരുന്ന ഫീസാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് BA പ്രോഗ്രാമുകാർക്ക് 1530 രൂപ സ്ട്രീം ചേഞ്ച് ഫീസും 3rd ഇയർ ട്യൂഷൻ ഫീ 1710 രൂപയും പോസ്റ്റൽ ചാർജ് 70 രൂപയും ടോട്ടലായിട്ട് 3310 രൂപയാണ് വരുന്നത്. BComകാർക്കും ഇതുപോലെ തന്നെയാണ് 1530 രൂപ സ്ട്രീം ചേഞ്ച് ഫീസ്. ട്യൂഷൻ ഫീസ് വ്യത്യാസമുണ്ട് എല്ലാവർക്കും. BComകാർക്ക് ട്യൂഷൻ ഫീസ് 1950 രൂപ, 70 രൂപ പോസ്റ്റൽ ചാർജ്, ടോട്ടലായിട്ട് 3550 രൂപ. അടുത്തതായിട്ട് BBA സ്റ്റുഡൻസിൻ്റെ 1530 രൂപ സ്ട്രീം ചേഞ്ച് ഫീസ്. ട്യൂഷൻ ഫീ വരുന്നത് 3655, 70 രൂപ പോസ്റ്റൽ ചാർജ്, ടോട്ടലായിട്ട് 5255 രൂപയാണ് വരുന്നത്. അപ്പോൾ BA, BCom, BBA പ്രോഗ്രാമുകാരുടെ ഫീസാണ് പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡോക്യുമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഒറിജിനൽ TC ആണ്. നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലെ ഒറിജിനൽ TC ആണ്. അടുത്തതായിട്ട് ഒറിജിനലും കോപ്പിയും, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കോപ്പിയുമാണ് ആവശ്യം. അടുത്തതായിട്ട് SSLC സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പിയാണ്. ഒറിജിനൽ ആവശ്യമില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഏജിൻ്റെയും പ്രൂഫിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് സെൽഫ് അഡ്രസ്ഡ് എൻവലോപ്പ് വേണം. ആ ഒരു 30 cm x 25 cm സൈസിൽ വരുന്ന ഒരു എൻവലോപ്പിലായിരിക്കണം
നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് അയക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ 5th സെമസ്റ്റർ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കൂടി ഇതിലൊന്ന് അറ്റസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് വെക്കേണ്ടതാണ്. ഹോൾ ടിക്കറ്റ് ഓഫ് എക്സാമിനേഷൻ ലാസ്റ്റ് അറ്റൻഡഡ്. ഇപ്പോൾ 5th സെമസ്റ്ററിൻ്റെ ആയിരിക്കും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി നിങ്ങൾ അതിൽ സമർപ്പിക്കുക. ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദ ഡയറക്ടർ, സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, PO പിൻ 673635, ഫോൺ നമ്പർ 04942407356, അതുപോലെ 04942400288 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 6th സെമസ്റ്റർ സ്ട്രീം ചേഞ്ച് ആവശ്യമായവരൊക്കെ ഓൺലൈനായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു. മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.